പ്രത്യേകാൽ നമ്മുടെ ഇന്നത്തെ മുഖ്യ സന്ദേശം നൽകുന്നതിനായിട്ട് നമ്മുടെ നടുവിൽ കടന്നു വന്നിരിക്കുന്നത് മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരി അധ്യാപകനും അതോടൊപ്പം തന്നെ നമ്മുടെ ശാരോൺ പ്രസ്ഥാനത്തിലെ ഒരു ശുശ്രൂഷകനുമായ കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ സണ്ണി പി അവറുകളാണ്. ഞാൻ പ്രാരംഭത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ എൻ്റെ അധ്യാപകനും കൂടിയാണ്. അദ്ദേഹം ഇന്നത്തെ ഈ മീറ്റിങ്ങിലായിരിക്കുന്നതിൽ ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു. തുടർന്നുള്ള സന്ദേശത്തിനായി കർത്തൃദാസനെ ക്ഷണിക്കുന്നു. ദൈവത്തിന് മഹത്വം. ബിരുദദാന സമ്മേളനം, വിശേഷാൽ സൺഡേ സ്കൂൾ 1 മുതൽ 12 ക്ലാസ് വരെ ഒരു സ്ട്രക്ചേർഡ് സിലബസ് അനുസരിച്ച് പഠിച്ച് 12 വർഷത്തെ പഠനത്തിന് ശേഷം പബ്ലിക്കായി സഭയുടെ ഹെഡ് ഓഫീസിൽ വിളിച്ച് ഗ്രാജുവേഷൻ സെറിമണി ആഘോഷമായി നടത്തി ആദരിക്കുന്നത് വളരെ അനുഗ്രഹവും പ്രചോദനവും മോട്ടിവേഷണലുമാണ്. ഇന്ന് ഈ സൺഡേ സ്കൂളിൻ്റെ ബിരുദദാന സമ്മേളനത്തിൽ മുഖ്യ സന്ദേശം നൽകുവാൻ എന്നെ ക്ഷണിച്ചതിന് ഇതിൻ്റെ ചുമതലപ്പെട്ടവരോട് ഞാൻ നന്ദി പറയുന്നു. കൂടുതൽ സംബോധനകൾ നമ്മുടെ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞിരിക്കുകയാണ്. എല്ലാവരെയും പേര് പറഞ്ഞ് സംബോധന ചെയ്ത് ഗ്രീറ്റിംഗ്സ് പറയുമ്പോൾ സമയം വളരെ പോകും. സൺഡേ സ്കൂളിൻ്റെ ഡയറക്ടറായിരിക്കുന്ന പാസ്റ്റർ സനു ജോസഫ്, സെക്രട്ടറി ആയിരിക്കുന്ന തങ്കച്ചൻ സാറ്, ട്രഷററായിരിക്കുന്ന കോശി തോമസ്, എക്സാം കൺട്രോളറായിരിക്കുന്ന മാത്യു വി ജേക്കബ്, കോർഡിനേറ്ററായിരിക്കുന്ന പാസ്റ്റർ ചാക്കോച്ചൻ, ഈ ടീം അംഗങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയും ഈ കോർ കമ്മിറ്റി സൺഡേ സ്കൂളിൻ്റെ മൂവ്മെൻറ്റും പ്രൊസീഡിങ്സും ഏറ്റവും അനുഗ്രഹപ്രദമായി ഇത്രയും പേരെ ഒരുക്കി ഈ സ്റ്റേജിൽ ഇന്ന് ഇരുത്തുവാനും നിങ്ങൾക്ക് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാരാൽ നിങ്ങളിലേക്ക് കൺഫർ ചെയ്യപ്പെടുന്ന ആ അനുഗ്രഹം പ്രാപിക്കുവാനും കടന്നു വന്നിരിക്കുന്ന നിങ്ങളെ ഒരിക്കൽ കൂടെ ഞാൻ അഭിനന്ദിക്കുകയും ഈ കമ്മിറ്റിയെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയും അവരെ കർത്താവ് തുടർന്നും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്, നമ്മളുടെ സംഘടനയ്ക്ക് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ഡിനോമിനേഷൻ ഇപ്പോൾ നേതൃത്വം നൽകുന്ന ദൈവത്തിൻ്റെ ശ്രേഷ്ഠദാസന്മാരെ ഞാൻ ആദരിക്കുന്നു. നാഷണൽ പ്രസിഡൻ്റായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫിന്നി സാറ് പറഞ്ഞതുപോലെ ഞങ്ങൾ പല സ്ഥലത്ത് വെച്ച് കാണുകയും ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കുകയും ഫിന്നി സാറിൻ്റെ ശുശ്രൂഷയിൽ വളരെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ എനിക്കിടയായിട്ടുണ്ട്. താങ്ക് യു സാർ ഫോർ യുവർ പ്രസൻസ് ഓവർ ഹിയർ. ബഹുമാനപ്പെട്ട നമ്മളുടെ എബ്രഹാം ജോസഫ് പാസ്റ്റർ, മേ ബി ഇപ്പോൾ നമ്മുടെ സഭയുടെ SFC ഒരു ഷാരോൻ്റെ പ്രസിഡന്റ് എമററ്റസ് എന്ന സ്റ്റാറ്റസിൽ നിന്ന് എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട പാസ്റ്ററെ, ശാരീരിക പ്രയാസങ്ങൾ വകവയ്ക്കാതെ എല്ലാ മീറ്റിങ്ങിനും ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരുന്നതിനെ ഞാൻ വിശേഷാൽ അഭിനന്ദിക്കുന്നു. കർത്താവ് ദീർഘായുസ്സ് കൊടുക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞാനിവിടെ ഇരുന്നപ്പോൾ ജേക്കബ് ജോർജ് സാറിനെ ഓർത്തു. സൺഡേ സ്കൂളിൻ്റെ ആദ്യത്തെ പുസ്തകം എഴുതിയതിൽ 7ാം ക്ലാസ്സിലെ പുസ്തകം എഴുതിയ ഞാനാണ്. അന്ന് ജേക്കബ് ജോർജ് സാറും ഞങ്ങളും എല്ലാം ഒരുമിച്ച് ആലുവയിൽ നിന്ന് TP സാർ എന്നെ എറണാകുളത്ത് വൈറ്റിൽ നിന്നും കയറ്റി ഒരു ടെമ്പോ പോലുള്ളൊരു വണ്ടിയിൽ, ഒരു മെറ്റഡോർ വാഹനത്തിൽ ഇവിടെ കൊണ്ടുവന്ന് ചർച്ച ചെയ്ത് സിലബസൊക്കെ ഫോം ചെയ്തത് ഞങ്ങളിപ്പോഴും ഓർക്കുന്നുണ്ട്. രണ്ടാമത്തെ കമ്മിറ്റി വന്നപ്പോൾ ഞങ്ങൾ പഠിപ്പീരിൽ കൂടുതൽ ഇൻവോൾവ് ആയതുകൊണ്ട് പിന്നീട് എഴുതിയ പുസ്തകത്തിൻ്റെ എഡിറ്റോറിയൽ കമ്മിറ്റിയിൽ ഞാൻ പ്രവേശിച്ചില്ല. ഞാൻ ആ പൂർവ്വകാല എക്സ്പീരിയൻസിനെ ഓർക്കുന്നു. മറ്റു സ്റ്റേജിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, പ്രത്യേകിച്ച് നമ്മളുടെ പഴയ പ്രിയ അച്ചായൻ, വളരെ സൺഡേ സ്കൂളെന്ന് പറഞ്ഞാൽ മരിക്കുമായിരുന്നു. എറണാകുളത്തൊരു CV ജോറിച്ചാനുണ്ട് നിത്യയിൽ ചേർക്കപ്പെട്ടത്. ഞാൻ പാസ്സായിപ്പോൾ സൺഡേ സ്കൂളെന്ന് പറഞ്ഞാൽ ജീവൻ കളഞ്ഞ് അധ്വാനിക്കും. അതുപോലെയാണ് നമ്മുടെ തുമ്പോണിലെ അച്ചായനും. സൺഡേ സ്കൂളെന്ന് പറഞ്ഞാൽ വളരെ കമ്മിറ്റഡ് ആയിരിക്കുന്ന നമുക്ക് ഓൾഡ് ഏജ് ലീഡേഴ്സിനെ കർത്താവ് തന്നതിനായി ദൈവത്തെ സ്തുതിക്കും, ദൈവത്തെ വാഴ്ത്തും. ഐ റെസ്പെക്ട് ഈച്ച് ഓഫ് യു ഇൻ എവറി പോസിബിൾ വേ because you guys are very precious and possible. You are going to change tomorrow in a promising way for the betterment of our denomination as well as for the betterment of our country. അതുകൊണ്ട് എനിക്ക് ലഭിക്കപ്പെട്ട സമയത്തിനുള്ളിൽ ചില കാര്യങ്ങൾ
പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് ഞാനിരിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഒന്നാമത് ഇവർ ഒരാഴ്ച മുമ്പ് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ ചോദിച്ചു, ഞാൻ ആം ഐ എലിജിബിൾ ടു ഡു ദാറ്റ്? ഞാൻ അതിന് യോഗ്യതയുള്ള ആളാണോ എന്ന് ചിന്തിച്ചു. ആരെങ്കിലും ഏതെങ്കിലും പൊസിഷന് വേണ്ടി പേര് പറയുന്നുടനെ ചാടി അങ്ങ് വീണേക്കരുത്. 2-3 പ്രാവശ്യം മനസാക്ഷിയിലൊന്ന് ചിന്തിക്കണം, നമ്മളതിന് യോഗ്യത ഉണ്ടോ എന്ന് ചിന്തിക്കണം. ഞാനത് ചെയ്യാറുണ്ടപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ കൺവിൻസ് ചെയ്ത് എന്താണെന്നറിയാം. ഇപ്പോൾ ഞാൻ ഇന്ത്യയിലെ ഒരു യൂണിവേഴ്സിറ്റിയിലെ ബോർഡ് ഓഫ് സ്റ്റഡീസിലെ മെമ്പറാണ്. അല്ലെങ്കിൽ സെനറ്റ് ഓഫ് സെറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ 40 പേരുള്ള ബോർഡ് ഓഫ് സ്റ്റഡീസിൻ്റെ ഒരു മെമ്പറാണ് ഞാൻ. രണ്ടാമത് അതേ യൂണിവേഴ്സിറ്റിയുടെ തന്നെ എത്തിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ് ഞാൻ. കഴിഞ്ഞ ആഴ്ചയിലും സെറാംപൂരിൽ വിളിച്ചു പോയി, ചില ക്രമീകരണങ്ങൾ ചെയ്തു, മടങ്ങിപ്പോരുന്നു. അപ്പോൾ മൂന്നാമത് ഞാനൊരു റിസർച്ച് ഡീനായിട്ട് 8 വർഷം യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ സേവ ചെയ്തു ത്രൂ ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരി. നാലാമത് ലിറ്ററേച്ചർ വൈസ് ഞാൻ 2 പുസ്തകം എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിൽ, അക്കാഡമിക് പുസ്തകങ്ങളാണ്. അഞ്ചാമത് ഞാൻ അഭിഷേകം പ്രാപിച്ച ആളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോഴും നിങ്ങളുടെ തലയിൽ കൈവച്ചിട്ട് 2 മിനിറ്റ് ധ്യാനിച്ച് പ്രാർത്ഥിക്കാമെങ്കിൽ നിങ്ങളുടെ ഗുരുത്തക്കേട് എനിക്ക് മനസ്സിലാകും. പ്രാഗൽഭ്യമുണ്ട്. നിങ്ങളല്ലേ ഒന്ന് വിളിച്ചു നോക്കിക്കോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. By thinking all these aspects in my own internal mechanism, എൻ്റെ അന്തരാത്മാവിൽ കൂടെ ഈ കാര്യങ്ങൾ ചിന്തിച്ചപ്പോൾ ഞാൻ സ്വയം തോന്നി എനിക്കത് ചെയ്യാം, ഞാൻ അതിന് ഫിറ്റാണ് എന്ന് എനിക്ക് സ്വയം സംതൃപ്തി വന്നപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങിയത്. PJ തോമസ് പാസ്റ്റർ ചരിത്രം പഠിക്കുമ്പോൾ പെന്തക്കോസ്ത് സമൂഹത്തിൽ കണ്ട ഏറ്റവും കമ്മിറ്റഡായ ഒരു പാസ്റ്ററാണ്. ഏകദേശം 1928 അദ്ദേഹത്തിൻ്റെ മാത്രയിലുണ്ടായിരുന്ന 12 ഏക്കർ ലാൻഡ് IPC കുമ്പനാട് അദ്ദേഹത്തിൻ്റെ പിതാവ് എഴുതി കൊടുത്തതിന് ശേഷം 2 ആൺമക്കളെയും കൂട്ടി കുമ്പനാട് പോയി താമസിച്ചു. ഞാൻ PhD റിസർച്ചിൽ റെഫർ ചെയ്തിട്ടുണ്ട്. അവിടെ ചെന്ന് അവിടുത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ പ്രിൻസിപ്പളായി PJ തോമസ് സാറ് ജോലി ചെയ്യുമ്പോഴാണ് സ്വിറ്റ്സർലൻഡിൽ നിന്നും വിദേശത്തു നിന്നും സായിപ്പന്മാർ ഈ ഫ്രീ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കാണാൻ വരുന്നതും തോമാച്ചാനെ പരിചയപ്പെടുന്നു. തോമാച്ചായൻ അന്ന് ബാംഗ്ലൂർ UTC എന്നൊരു ചെറിയ വിദ്യാഭ്യാസം കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. നല്ല ബെസ്റ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യുന്ന അന്നത്തെ പണ്ഡിതനായ ലിറ്ററേച്ചർ ആഭിമുഖ്യമുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു തോമാച്ചായൻ. അദ്ദേഹം ഈ 12 ഏക്കർ സംഘടനയ്ക്ക് എഴുതി കൊടുത്തതിന് ശേഷം സേവനത്തിനായി കുമ്പനാട് പോയി താമസിക്കുന്നു. താമസിച്ചതിന് ശേഷം ഇംഗ്ലീഷ് മീഡിയം ഫ്രീ സ്കൂളിൻ്റെ അധ്യാപകനായി സേവനം ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിദേശത്തേക്ക് പോകാൻ ഒരു ചാൻസ് വരുന്നതും അദ്ദേഹം വിദേശത്തേക്ക് പോകുന്നത്. വീറ്റൺ കോളേജിൽ പോയി അദ്ദേഹം പഠിക്കുന്നു. ആ സമയത്ത് ഇന്ത്യയിലെ സുവിശേഷ വേലയെക്കുറിച്ച് അമേരിക്കയുടെ പെനിൻസുലാസിലും സബ് കോണ്ടിനെൻറ്റിൻ്റെ ഡിഫറൻറ്റ് ഏരിയാസിലും അദ്ദേഹം പോയി പ്രസംഗിച്ചു. ഒരു സായിപ്പിന് തോന്നി അദ്ദേഹത്തിന് 90 ഏക്കർ ഗോതമ്പ് വയൽ എഴുതി കൊടുക്കുന്നു. 90 ഏക്കർ ഗോതമ്പ് വയൽ എഴുതി കൊടുത്തതിന് പറയുന്നു, തോമസ്, യു ഗോ ബാക്ക് ടു ഇന്ത്യ ആൻഡ് ഇൻവോൾവ് ഇൻ ദ ഇവാഞ്ചലൈസേഷൻ ആക്ടിവിറ്റീസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ സുവിശേഷ വേലയ്ക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ട് നിനക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞ് എൻകറേജ് ചെയ്യുന്നു. അതിൻ്റെ ഡീഡുമായി ആധാരവുമായി ഇന്ത്യയിലേക്ക് മടങ്ങി വന്നു, കുമ്പനാടേക്ക് പോകുന്നു. ചെല്ലുമ്പോഴാണ് ചോദിക്കുന്നു, അവിടുത്തെ നേതൃത്വം ചോദിക്കുന്നു, മിസ്റ്റർ തോമസ്, ഇതാരുടെ പേരിൽ എഴുതി? ഞാൻ എഴുതിയില്ല, ഇത് എൻ്റെ പേരിൽ അവരെഴുതി തന്നു. അവരോട് ചോദിക്കൂ, ഇതിൻ്റെ തലക്കെട്ട് മാറ്റി ഇന്നതുപോലെ ആക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. അവർ പറഞ്ഞു, നോ, ഞങ്ങൾ ആ സംഘടനയെ അറിയത്തില്ല, ഞങ്ങൾ തോമസിനെ അറിയത്തുള്ളൂ, തോമസിൻ്റെ പേരിലാണ് എഴുതി തന്നിരിക്കുന്നത്. അങ്ങനെ വെൽത്ത് ദൈവത്തിന് കൊടുത്ത് വെൽത്ത് 10 വർഷം 28 36 38 തിരിച്ച് 12 ഏക്കർ പോയെടുത്ത് 90 ഏക്കറുമായി മടങ്ങി വന്ന് ഇന്ത്യയിലെ സുവിശേഷീകരണത്തിന് തറക്കല്ലിട്ട സ്ഥാനത്ത് നിന്ന് ഞാൻ നിങ്ങളെ ഗ്രാജുവേഷൻ അഡ്രസ്സ് തരുമ്പോൾ അഭിമാനത്തിലും പൈതൃകത്തിലും
മാതൃകയിൽ നിന്നുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കുന്നത്. ഒരു കാര്യം കൂടെ അവിടെ പറയാം. അന്ന് തോമാച്ചാൻ്റെ വീടിനെ കുറിച്ച് ആ ലിറ്ററേച്ചറിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ഭിക്ഷക്കാർ ഇവിടെ നിന്ന് വന്ന് തോമാച്ചാൻ്റെ അമ്മാമ്മയോട് ഫുഡ് ചോദിക്കും. തോമാച്ചാൻ്റെ അമ്മമ്മ ജനലിൽ കൂടെ സ്നാക്സും ഇതും കൊടുക്കും. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴെന്തായെന്നറിയാമോ? കഞ്ഞി ഒളിച്ചു കൊടുക്കാൻ തുടങ്ങി. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ തോമാച്ചാൻ പറഞ്ഞു, അമ്മാമ്മ പറഞ്ഞു ഇത് പറ്റത്തില്ല, പൊതിഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞു. പൊതിഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ബിസ്ക്കറ്റായി, സ്നാക്സായി, പിന്നെ കഞ്ഞിയായി, കുറച്ചുകൂടെ പ്രോഗ്രസ് ആയിപ്പോൾ എന്തായി? പൊതിയായി. അന്നേരം തോമാച്ചാനോട് ദൈവാത്മാവ് സംസാരിച്ചെന്ന ഒരു കാര്യം ചെയ്യും, ഈ മുടന്തരെയും കുരുടരെയും ഭിക്ഷക്കാരെയും എല്ലാം കൂടെ വിളിക്ക്, വീടിൻ്റെ മുമ്പിലിരുത്ത്, ഞാനൊരു പാട്ടും പാടി പ്രാർത്ഥിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പാട്ട് പഠിപ്പിക്കലും പ്രാർത്ഥനയും അന്ന് തുടങ്ങിയ വീടിൻ്റെ മുറ്റത്ത് തന്നെ നിന്നുകൊണ്ടാണ് ഈ ഷാരോൺ സംഘടനയുടെ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ആരംഭം കുറിക്കുന്നത്. ചെറിയ ആരംഭങ്ങളെ തുച്ഛീകരിക്കാത്ത, സകലത്തെയും വലുതാക്കി നട്ടതും നനച്ചതും വളരുമാറാക്കുന്ന ദൈവത്തിൻ്റെ ഉത്തമമായ സാക്ഷ്യത്തിൻ്റെ പൈതൃകത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ നമ്മൾക്ക് തന്ന നല്ല മാതൃകകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, നല്ല മൂല്യങ്ങളും നല്ല ബോധ്യങ്ങളും ദൈവം നമ്മൾക്ക് നൽകി തന്നിട്ടുണ്ട്. സൺഡേ സ്കൂൾ സ്ഥാപിച്ചത് 1953 ചില സ്ഥലങ്ങളിൽ സഭകളുണ്ടായി 1953 to 55. ആ കാലഘട്ടങ്ങളിൽ സഭകൾ സ്ഥാപിതമായ സ്ഥലങ്ങളിൽ സൺഡേ സ്കൂളുകളും ഉണ്ടായി. ഇവിടുത്തെ ആർക്കൈവ്സോ, മണക്കാലയിലെ ആർക്കൈവ്സോ, ഇൻ്റർനാഷണൽ ആർക്കൈവ്സിലോ മിഷണറിമാരുടെ റിപ്പോർട്ടുകൾ, പുസ്തകങ്ങളോ ഒന്നും വായിക്കുവാനില്ല. CMSൻ്റെയും LMSൻ്റെയും ആർക്കൈവ്സുകളിൽ കുറേ ഇൻഫർമേഷൻസ് ഉണ്ട്. പക്ഷെ അത് നമ്മളുടെ സഭയുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം, ഇങ്ങനെ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് 2025 ആയപ്പോഴത്തേക്ക് 2000-ലധികം സഭകളും 10-18 ബൈബിൾ കോളേജുകളും ആയിരക്കണക്കിന് വിശ്വാസികളും എല്ലാ വർഷവും 10-60 ലക്ഷത്തിലധികം രൂപ ചെലവാക്കി ആനുവൽ കൺവെൻഷൻ നടത്തുവാൻ പ്രാപ്തരാക്കിയ ദൈവം ചെറിയവനല്ല, ദൈവം വലിയവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, നിങ്ങളിലും എന്നിലും കർത്താവ് ആരംഭിച്ചിരിക്കുന്ന God installed in you and me a kind of power. That power is not perishable power, which is unperishable, which is going to be penetrated and percolating like anything and everything. ഇന്ത്യയിൽ മാത്രമല്ല, ലോകമെമ്പാടും അത് പെനിട്രേറ്റ് ചെയ്ത് ശക്തിയുള്ള ആയുധമായി തീരേണ്ടതിന് ദൈവം നിങ്ങളെയും എന്നെയും സംഘടനയോട് ചേർന്ന് നിന്ന് ദൈവരാജ്യത്തിന് പ്രവർത്തിപ്പാൻ വിളിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ദൈവരാജ്യത്തിൻ്റെ വക്താക്കളായി ചുമൽ കൊടുക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഞാൻ ഒരു പ്രാവശ്യം കൂടി അഭിനന്ദിക്കുന്നു. 2 ടീനേജേഴ്സാണ് സൺഡേ സ്കൂളിലെ പ്രധാന ഫോക്കസ്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടെപ്പോഴും ഞാൻ വിളിച്ചു വയ്ക്കും ഫോണിൽ കൂടെ, എനിക്കിങ്ങനെ ഒരു അസൈൻമെൻ്റ് ഉണ്ട്, നിങ്ങളുടെ ഒപ്പീനിയൻസ് വേണം. അപ്പോൾ ചിലരുടെ അഭിപ്രായങ്ങൾ എനിക്ക് മനസ്സിലായത് സത്യമാണ്. അത് ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. ഒന്ന്, നോ ഇൻട്രസ്റ്റ് ടു ഗോ ടു ചർച്ച്. ഒത്തിരിയും ഈ ടീനേജേഴ്സിന് 13 തൊട്ട് 17 വയസ്സുള്ള ആളുകൾക്ക് പള്ളിയിൽ പോകാൻ, ചർച്ചിൽ പോകാൻ വലിയ ഉത്സാഹമൊന്നുമില്ല. പക്ഷേ ചർച്ചിലെ ചില ആക്ടിവിറ്റീസ് ചെയ്യാൻ അവർക്ക് ഉത്സാഹമാണ്. ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളെ ചർച്ചിൽ പോയിരുന്ന് പ്രസംഗം കേൾക്കാനോ സൺഡേ സ്കൂളിൻ്റെ ക്ലാസ് കേൾക്കുന്നതിനേക്കാൾ ഇവർക്ക് ഇഷ്ടമുള്ള ചില ആക്ടിവിറ്റീസ് ഉണ്ട്. ആക്ടിവിറ്റീസ് എന്താണെന്നറിയാമോ? ഒന്ന്, അവർക്ക് സൗണ്ട് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്. 2, മാറ്റ് പായൊക്കെ ഇടാനും അത് കുത്തിപ്പറിക്കാനും ഒക്കെ അവർക്ക് ഇഷ്ടമാണ്. ചെയേഴ്സ് ഇടാനും ചെയേഴ്സ് ചേഞ്ച് ചെയ്യാനും അവർക്ക് ഇഷ്ടമാണ്. കൊയറിൽ ചേർന്ന് നിൽക്കാൻ അവർക്ക് ഇഷ്ടമാണ്. അവരെ ക്ലീനിങ് എന്തെങ്കിലും അസൈൻ ചെയ്താൽ അവരത് ചെയ്യാൻ ഇഷ്ടമാണ്. ഞാൻ മനസ്സിലാക്കിയ, മറ്റുള്ളവരിൽ നിന്ന് ബോധ്യമാക്കപ്പെട്ട സംഗതി, ഈ 13 മുതൽ 17 വയസ്സ് വരെയുള്ള നമ്മുടെ ആളുകൾക്ക്, നല്ലൊരു ശതമാനം ആളുകൾക്കും കുഞ്ഞുങ്ങൾക്ക് പള്ളിയിൽ പോയി കളിക്കുന്നതാണ്, പ്ലേയിങ് ഗെയിമും അവർക്ക് ഇഷ്ടമാണ്. ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഇഷ്ടമാണ്. പക്ഷേ ഈ ആക്ടിവിറ്റീസിലൊന്നും ആര് സമ്മതിപ്പിക്കുകയില്ല, നമ്മുടെ ആളുകൾ സംബന്ധിക്കുവാൻ അനുവദിക്കുകയില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, സൺഡേ സ്കൂൾ പ്രായത്തിൽ 13 to 17, that age group is interested in so many activities.
that activities are innovative, that activities are beneficial for the church. എന്നാൽ സീനിയേഴ്സ് ആയിരിക്കുന്ന ആളുകൾ ഇതങ്ങ് ചെയ്യും, ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയില്ല. അതാണ് ഒന്നാമത്തെ പരാതി. അതുകൊണ്ട് ചർച്ചിൽ പോകാൻ ഇൻട്രസ്റ്റ് ഇല്ല. രണ്ടാമത്, ചർച്ചിൽ പോകുന്നത് ഇഷ്ടമാണ്, പക്ഷേ അവർക്ക് സ്റ്റേജിൽ കയറി ഒന്നും പറയാൻ താല്പര്യമില്ല. സ്റ്റേജിൽ കയറി പറഞ്ഞ് മിസ്റ്റേക്ക് വന്നാൽ പാസ്റ്റർമാർ, അപ്പച്ചന്മാരും സീനിയേഴ്സ് ആളുകൾ ഞങ്ങളെ എന്ത് ചെയ്യുമെന്നറിയാമോ? ഞങ്ങളെ ജഡ്ജ് ചെയ്യും, ഞങ്ങളെ മോക്ക് ചെയ്യും, കളിയാക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്റ്റേജിൽ നിന്നൊന്നും പറയാൻ താല്പര്യമില്ല. പിന്നെ ഇപ്പോഴത്തെ ടീനേജേഴ്സ് മോർ കാൽക്കുലേറ്റീവാണ്. എന്നാൽ അവർ പാസ്റ്റേഴ്സിനെക്കാട്ടി എൽഡേഴ്സിനെക്കാട്ടി മുമ്പിൽ ചിന്തിക്കുന്നവരാണ്. ഒരനുഭവം പറയാം. ഒരിക്കലൊരു പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രസംഗത്തിൽ പറഞ്ഞതിൽ ഒരു തെറ്റുണ്ടായിരുന്നു. ഈ ടീനേജർ ആയിരിക്കുന്ന കുട്ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്, അന്നേരം തന്നെ ചെക്ക് ചെയ്തതിന് ശേഷം പറഞ്ഞു, ആ പാസ്റ്റർ പറഞ്ഞ റെഫറൻസും തെറ്റാണ്, പാസ്റ്റർ പറഞ്ഞ സന്ദേശവും തെറ്റാണ്. അപ്പോൾ GPT-യുടെ സഹായത്താൽ പ്രസംഗം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 17 വയസ്സുള്ള ആള് ജഡ്ജ് ചെയ്യുന്നു, ആ ഐഡിയ കറക്റ്റല്ല, ആ ഐഡിയ തെറ്റാണ് എന്ന്. കമ്പ്യൂട്ടറിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും ഗാഡ്ജറ്റ്സിൻ്റെ സഹായം കൊണ്ട് ഇൻഫർമേഷൻസിനെ വിലയിരുത്തി തെറ്റും ശരിയുവാൻ പ്രാപ്തരായ ഒരു സൺഡേ സ്കൂൾ സമൂഹത്തെയാണ് ഇന്ന് നാം കാണുന്നത്. അത്രയും ടീച്ചേഴ്സും ഞങ്ങളും ഇന്റർനെറ്റ് ഗാഡ്ജറ്റിന്റെ സഹായം കൊണ്ട്, GPT പോലെയുള്ള സാധനങ്ങളുടെ സഹായം കൊണ്ട് ഞങ്ങൾ പറയുന്ന ഇൻഫർമേഷനിലൂടെ തെറ്റും ശരിയും ഇവാലുവേറ്റ് ചെയ്യാൻ പ്രാപ്തരായ നിങ്ങളെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സും എൽഡേഴ്സും പാസ്റ്റേഴ്സും ചേർന്ന് എത്രയധികം കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഒരുക്കിയെടുത്തി ബൈബിൾ സ്റ്റഫ് നിങ്ങളുടെ ഇന്റേണൽ സിസ്റ്റത്തിൽ പ്രവേശിപ്പിക്കാൻ കഴിയൂ. അതിനാവശ്യമായിരിക്കുന്നത് സ്കൂൾ ലെവൽ ട്രെയിനിങ്ങും പിന്നെയോ സൺഡേ സ്കൂൾ ലെവൽ ട്രെയിനിങ്ങും തങ്ങളിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയാൽ അത് നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയും. സ്കൂൾ ലെവൽ ഫോക്കസ് എന്ന് പറയുന്നത് ഒരു ജോലി കിട്ടുവാൻ വേണ്ടി നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു ടീച്ചറാക്കുക, ഒരു വക്കീലാക്കുക, ഒരു അക്കൗണ്ടന്റ് ആക്കുക, ഒരു പട്ടാളക്കാരനാക്കുക. ഇതിനു വേണ്ടി ട്രെയിൻ ചെയ്യുന്നതാണ് സെക്യുലർ എഡ്യൂക്കേഷൻ. While you go to a school, there is a focus, an employment based focus. എന്നാൽ സൺഡേ സ്കൂൾ അങ്ങനെയല്ല. ചർച്ചിലെ സ്കൂൾ എന്ന് പറയുന്നത് നിങ്ങളെ ഒരു എംപ്ലോയ്മെന്റിന് വേണ്ടി എംപ്ലോയ്മെന്റ് ടാർഗറ്റ് ചെയ്ത് ഒരുക്കിയെടുക്കുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ല. പിന്നെയോ ചർച്ച് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വേദപുസ്തകത്തിലെ അറിവ് നിങ്ങളിൽ പകർന്നു തന്ന് ആ അറിവിൽ നിന്ന് ലഭിക്കുന്ന ശാസ്ത്രവും ആ അറിവിൽ നിന്ന് ലഭിക്കുന്ന ആവിഷ്കാര ശേഷിയും ഉപയോഗിച്ച് നിങ്ങളെ ആത്മീയരാക്കി രൂപാന്തരപ്പെടുത്തുന്ന ജോലിയാണ് സൺഡേ സ്കൂൾ അധ്യാപകരുടേത്. അതുകൊണ്ട് സൺഡേ സ്കൂൾ അധ്യാപകര് പാസ്റ്റേഴ്സും വളരെ ഉത്സാഹിച്ചെങ്കിൽ മാത്രമേ ലെവൽ ഓഫ് ട്രാൻസ്ഫർമേഷൻ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളിൽ ഉണ്ടാകുകയുള്ളൂ. എനിക്കറിയാം, പേര് പറയുന്നില്ല. എന്ന് സൺഡേ സ്കൂൾ പഠിച്ച കുട്ടി നാളെ രാവിലെ ഒരു പയ്യനുമായി വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോകുന്നു. സ്ഥലമൊക്കെ ചോദിച്ചാൽ പേഴ്സണലായിട്ട് ഞാൻ പറഞ്ഞുതരാം, വേണേ ആളിനെ ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരാം. കാര്യം അത്രയ്ക്ക് അറിയാവുന്നതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം തലേന്ന് സൺഡേ സ്കൂളിൽ വന്നായിരുന്നു എന്ന് ഞാൻ എൻ്റെ വൈഫിനോട് ചോദിച്ചാൽ പറഞ്ഞു വന്നായിരുന്നു വെച്ചാന്ന്. പിറ്റേന്ന് അപ്പോൾ വാട്ട് കൈൻഡ് ഓഫ് ആൻ ഇന്റേണലൈസേഷൻ ഓഫ് ബിബ്ലിക്കൽ ട്രൂത്ത് ടേക്കൺ പ്ലേസ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഗേൾ? ആ പെൺകുട്ടിയിൽ എന്ത് തരത്തിലുള്ള ഒരു ബൈബിൾ സന്ദേശമാണ് രൂപാന്തരം വരുത്തിയത്? നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു പെൺമകളെ വളർത്തിയതാണ്. എനിക്ക് നന്നായി അറിയാം കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ ലെവൽസ്. പ്രത്യേകിച്ച് 13 മുതൽ 17 വയസ്സുള്ള ലെവൽ ഓഫ് ഗ്രോത്ത്, ഹോർമോണിക് ചേഞ്ചസ്, നെർവസ് സിസ്റ്റം ഡെവലപ്മെന്റ്, മസിൽ ശക്തീകരണം, ബോണിന്റെ ശക്തീകരണം, മനുഷ്യനിലുണ്ടാകുന്ന മാറ്റങ്ങളും വ്യതിയാനങ്ങളും മനുഷ്യരിൽ ഈ പ്രായത്തിൽ ഒരു ഇളക്കം തട്ടും. ബോയ്സിനും ഉണ്ടാകും, ഗേൾസിനും ഉണ്ടാകും. ആ ഒരു ഹോർമോണിക് ചേഞ്ച് ഫിസിക്കൽ ബോഡിയിൽ ഉണ്ടാകുന്ന ചെറിയ ചലനത്തെ, ചെറിയ മാറ്റത്തെ, ചെറിയ കുതിപ്പിനെ ഈവിളായും ഫ്ലഷായും കാണാതെ ഗ്രോത്തിൽ ദൈവം തമ്പുരാൻ ക്രിയേഷനിൽ നൽകി തന്നിരിക്കുന്ന ഈ ചേഞ്ച് ഇൻ ദ ലൈഫ് എന്ന് മനസ്സിലാക്കി അതിന് ആവശ്യമായിരിക്കുന്ന ബോധ്യങ്ങൾ പറഞ്ഞുകൊടുത്ത് സഭയിലെ വിദ്യാഭ്യാസം കൊണ്ട് അവരെ ശക്തീകരിച്ച് 21 വയസ്സാകുമ്പോൾ അവരെ ഉറപ്പിച്ചെടുക്കുക.
അതത്രയും നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. അതുകൊണ്ട് ഈ ഏജ് ഗ്രൂപ്പ് എക്സ്പെക്ട് ചെയ്യുന്ന ന്യൂ ഫോംസ്, പ്രൊജക്ടർ യൂസ്, PPT യൂസ്, ഇവയൊക്കെ നമ്മുടെ ട്രഡീഷണൽ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് പുതിയ കമ്മ്യൂണിക്കേഷനിലേക്ക് മാറേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സൺഡേ സ്കൂളുകളൊക്കെ കുറെ കൂടെ എഫക്റ്റീവ് ആകും, കുറെ കൂടെ കുട്ടികൾക്ക് വരാൻ സാധ്യത ഉണ്ടാകും. തമാശകൾ പറയുക, സ്റ്റോറീസ് പറയുക, തമാശകൾ പറയുക, അങ്ങനെയാണ് കുട്ടികളെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്നത്. ആ രീതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കായി സ്തോത്രം. പിന്നീട് ചർച്ചിൻ്റെ പ്രധാനമായിരിക്കുന്ന ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുകയാണ്, നിങ്ങളുടെയും ശ്രദ്ധയ്ക്ക് വേണ്ടി. ഡിപ്പാർട്ട്മെന്റ് ഇൻ ചർച്ചിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കാത്ത ഒന്നാണ് സൺഡേ സ്കൂൾ ഭാഗം. കാര്യം എന്താണെന്നറിയാമോ? ചർച്ചിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഗസ്റ്റ് വരുന്നു, കൺവെൻഷൻ വരുന്നു, ഇങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് വരുമ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്യുന്ന ഏക പ്രോഗ്രാം ഏതാണെന്നറിയാമോ? സൺഡേ സ്കൂളും CM എന്നില്ല. പിന്നെ സൺഡേ സ്കൂളിൻ്റെയും CMൻ്റെയും കൂടെ കളക്ഷൻ വേണമെങ്കിൽ നമ്മളെടുത്ത് ലാൻഡ് മേടിക്കുന്നതിനോ ചർച്ച് ബിൽഡിംഗ് മേടിക്കുന്നതിനോ ഡൈവേർട്ട് ചെയ്യും. സൺഡേ സ്കൂളിന് ഫണ്ടില്ല, CMന് ഫണ്ടില്ല. ഇങ്ങനെയൊന്നും ചെയ്യാത്ത പാസ്റ്റർമാർക്കായും ചെയ്യാത്ത സഭകൾക്കായും ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അവരുടെ ഫണ്ട്, അവരുടെ ആസ്പിറേഷൻസ്, അവർക്ക് ലഭിക്കപ്പെട്ടതെല്ലാം അവരുടേതായി അവരുടെ കരങ്ങളിൽ അവരുടെ സ്വാതന്ത്ര്യത്തോടു കൂടി ഉപയോഗിക്കുവാൻ ഫ്രീഡത്തോടു കൂടി ഏൽപ്പിച്ചാൽ ആ ഡിപ്പാർട്ട്മെന്റ് ഓട്ടോണമസ് ആയി ശക്തിയോടെ വളർന്നു വരുവാൻ ഇടയാകും. പിന്നെ പേരൻസിന്റെ ഭാഗത്തൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പേരൻസ് അസ്യൂം ദാറ്റ് ഓൾ കൈൻഡ്സ് ഓഫ് സ്പിരിച്വൽ ട്രെയിനിങ് ഈസ് ഡൺ ഇൻ സൺഡേ സ്കൂൾ. അതുകൊണ്ട് പേരൻസ് വീട്ടിൽ സ്പെഷ്യൽ കെയർ ഒന്നും എടുക്കുകയില്ല. പേരൻസ് സൺഡേ സ്കൂളിന് വിട്ടുകഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾക്ക് ആവശ്യമായ സ്പിരിച്വൽ ട്രെയിനിങ് സൺഡേ സ്കൂളിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് അവർ സ്പെഷ്യലായിട്ട് അറ്റൻഷൻ വീട്ടിലെടുക്കുകയില്ല. മൊത്തം സൺഡേ സ്കൂൾ ടീച്ചറിൻ്റെയും സൺഡേ സ്കൂളിൻ്റെയും തലയിൽ അങ്ങ് വെച്ചേക്കും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യാൻ ഒക്കത്തില്ല, ഉറപ്പിച്ച് വളർന്നു വരുവാൻ സാധിക്കുകയില്ല. ചർച്ചിൽ നിന്ന് ലഭിക്കുന്ന സൺഡേ സ്കൂളിലും അതേസമയം വീട്ടിൽ നിന്ന് ലഭിക്കുന്ന സൺഡേ സ്കൂളിലും ഒരുപോലെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ആ കുട്ടിയെ നമുക്ക് നല്ലൊരു സിറ്റിസനായി, നല്ലൊരു ബിലീവറായി, നല്ലൊരു പൗരനായി ദൈവസഭയ്ക്ക് കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. പിന്നീട് നമ്മൾ കരിക്കുലം, ലെസൺസ്, സിസ്റ്റമാറ്റിക്, ഷാരോൻ്റെ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ സിലബസ് നല്ലതാണ്, സ്ട്രക്ചർ നല്ലതാണ്. ഞാനും മറ്റ് സഭകളിലെ പല ആളുകൾക്ക് ഇവിടുന്ന് മേടിച്ചു കൊണ്ട് കൊടുത്തിട്ടുണ്ട്. കാനഡയിൽ തന്നെ ഒരു ചർച്ച്, ഷമൽമാൻ സാറ് ഇവിടുത്തെ എല്ലാ ഇംഗ്ലീഷ് ബുക്സും അവിടെ എത്തിച്ചു. ഒരിക്കൽ ഞാൻ പോയപ്പോൾ എൻ്റെയിലും തന്നു വിട്ടു. അവർ ഫോളോ ചെയ്യുന്ന നമ്മുടെ സൺഡേ സ്കൂൾ ടെക്സ്റ്റ് ബുക്കാണ്. അങ്ങനെ എനിക്കറിയാവുന്ന പലയിടത്തും നമ്മുടെ സൺഡേ സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് വളരെ അപ്പീലിംഗ് ആണ്. നല്ല ആ ഒരു ടെക്സ്റ്റ് ബുക്ക് പ്രൊഡ്യൂസ് ചെയ്യുവാൻ സംഘടനയുടെ നേതൃത്വം കാണിച്ച എല്ലാ താല്പര്യത്തിനും ദൈവത്തോട് നന്ദി പറയുകയും ഇനിയും നമുക്ക് മോസ്റ്റ് മോഡേണായി ചെയ്യേണ്ടുന്നതൊക്കെ ചെയ്ത് മുൻപോട്ട് പോകാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞ് സമയം മുൻപോട്ട് പോകുന്നതുകൊണ്ട് ഞാൻ ഈ പറയുന്നതിൻ്റെ എല്ലാ റെഫറൻസ് ഞാൻ അവസാനം പറഞ്ഞുതരാം. നമ്മൾ സാധാരണ ചെയ്യുന്നത് ആദ്യം ബൈബിൾ വായിച്ചിട്ടല്ലേ ഇത് പറയുന്നത്, റിഫ്ലക്ഷൻ പറയുന്നത്. ഞങ്ങൾ തിരിച്ചു നോക്കുകയാണ്, പാരഡൈം ഷിഫ്റ്റ്. പറഞ്ഞ റെഫറൻസിനെല്ലാം യോജ്യമായ ബൈബിളിലെ വാക്യം അവസാനം പറഞ്ഞുതരാം. മതിയോ? ഹായ്, പ്രൈസ് ദി ലോർഡ്, ആമേൻ. നമ്മൾക്ക് സൺഡേ സ്കൂളിൽ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് 3-4 ഡെവലപ്മെന്റ് നമുക്ക് ലഭിക്കും. അതായത് 2 തിമോത്തിയോസ് 3:15 ബാല്യം മുതൽ നിനക്ക് തിരുവെഴുത്തുകളെ അറിയാമെന്ന ഒരു സംബോധന അവിടെ ഇരിപ്പുണ്ട്. 2 തിമോത്തിയോസ് 3:15 ബാല്യം മുതൽ നിനക്ക് തിരുവെഴുത്തുകളെ അറിയാം. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനെ കുറിച്ച് പറയുകയാണ്, ഫ്രം ദ ചൈൽഡ്ഹുഡ് ഓൺവേർഡ്സ് യു ഹാവ് ലേൺഡ് ദ സ്ക്രിപ്ചേഴ്സ് വെരി വെൽ. നിനക്ക് ബാല്യം മുതൽ തിരുവെഴുത്തുകളെ അറിയാം. നിങ്ങൾ ബാല്യം മുതൽ ദൈവമക്കളായിരിക്കുന്ന എൻ്റെ മക്കളും നിങ്ങളുടെ മക്കളും നമ്മുടെ മക്കളെല്ലാവരും ബാല്യം മുതൽ തിരുവെഴുത്തുകളെ അറിയണം. തിരുവെഴുത്തുകളെ അറിഞ്ഞ് സ്കൂളിൽ പോകുന്നതും സൺഡേ സ്കൂളിന് വരെയും തങ്ങളിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. സൺഡേ സ്കൂൾ എന്ന് പറയുന്നത് ബൈബിളിൽ റൂട്ടഡ് ആണ്. സെക്കുലർ സ്കൂൾ എന്ന് പറയുന്നത് മനുഷ്യത്വത്തിൽ, ഹ്യൂമനിസത്തിൽ റൂട്ടഡ് ആണ്. യുക്തിയാണ് അന്വേഷണം. സെക്കുലറിൽ ശാസ്ത്രീയ ഗവേഷണങ്ങളാണ് അവിടെ നടക്കുന്നത്. എന്നാൽ വേദപുസ്തക പ്രകാരമുള്ള സൺഡേ സ്കൂളിൽ നമ്മൾക്ക് ഫെയ്ത്താണ് പ്രധാനമായ ഘടകം, വെളിപ്പാടാണ്, സ്പിരിച്വൽ മെച്യൂരിറ്റിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ക്യാരക്ടർ ഫോർമേഷനാണ്. ക്രിസ്തുവിലൂടെയുള്ള ക്യാരക്ടർ ഫോർമേഷന് വേണ്ടി ആവശ്യമായിരിക്കുന്ന സിലബസും വിശ്വാസം വർദ്ധിപ്പാൻ ആവശ്യമായിരിക്കുന്ന കാര്യങ്ങളുമാണ് നമ്മളുടെ സൺഡേ സ്കൂളിൻ്റെ ഓരോ പേജുകളിലും. ഇത് നോട്ട് മിയർലി ഫോർ ഇൻഫർമേഷൻ,
rather it is meant for transformation. അതുകൊണ്ട് ദൈവവിശ്വാസത്തിൽ വേരൂന്നി ലോകവിഷയം വിട്ട് ദൈവിക വിഷയത്തിന് പ്രാധാന്യം കൊടുത്ത് ലോകത്തിൻ്റെ വീക്ഷണത്തിലേക്ക് ദൈവിക ദർശനത്തെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ഉത്തരവാദിത്വമാണ് സൺഡേ സ്കൂളിലൂടെ നമ്മളുടെ അധ്യാപകർ ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവം തമ്പുരാൻ്റെ പരമാധികാരവും ദൈവത്തിലുള്ള വിശ്വാസവും നഷ്ടപ്പെട്ടു പോകാതെ ദൈവത്തിലുള്ള ആ വെളിപ്പാട്, കർത്താവ് യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട വെളിപ്പാടിനെ ഒരു വ്യക്തിയിൽ, ഒരു യൂത്തിൽ അല്ലെങ്കിൽ ഒരു ടീനേജറിൽ മേക്കിംഗ് എ പേഴ്സൺ ടു ഫിറ്റ് ഇൻ ദ സോഷ്യൽ ലിവിങ് ആൻഡ് എക്സിസ്റ്റൻഷ്യൽ മാറ്റേഴ്സ് ഇൻ വിച്ച് ഹി ഓർ ഷീ ഈസ് ലിവിങ്. ഒരു കുട്ടി ജീവിക്കുന്ന ലോകത്ത് ഒബ്ജക്റ്റീവായിട്ടല്ല സബ്ജക്റ്റീവായി അവരെ കർത്താവ് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ കേന്ദ്രബിന്ദുവാക്കി നിർത്തിക്കൊണ്ട് സൂര്യന് ചുറ്റും ചന്ദ്രനും നക്ഷത്രങ്ങളും കറങ്ങുന്നത് പോലെ കർത്താവ് യേശു ക്രിസ്തുവിന് ചുറ്റും കറങ്ങുന്ന രീതിയിൽ, വലം വയ്ക്കുന്ന രീതിയിലുള്ള ഒരു സോഷ്യൽ ലിവിങ്, സാമൂഹിക പ്രതിബദ്ധതയുള്ള ജീവിതവും മുൻപോട്ടുള്ള എക്സിസ്റ്റൻസും നിലനിൽപ്പിനും ബോധ്യമാകപ്പെട്ട ഒരു ജീവിത ശൈലിയാണ് നമുക്ക് വേദപുസ്തകം നൽകുന്നത്. സൺഡേ സ്കൂളിനെ കുറിച്ച് ലെസ്ലി ന്യൂബിഗിൻ എന്ന് പറയുന്ന മദ്രാസിലെ ബിഷപ്പായിരുന്ന അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി സൺഡേ സ്കൂളിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയപ്പോൾ പറയുകയാണ്, സൺഡേ സ്കൂൾ ഈസ് എ സെക്കൻഡറി എഡ്യൂക്കേഷൻ, പ്രൈമറി എഡ്യൂക്കേഷൻ ഈസ് സ്കൂൾ ലൈഫ്, but Sunday school is not a secondary education, it is also considered to be a primary education, preparing a child for more with secular education and trends. Church is present in the world, therefore church is also preparing a person to face all the challenges of the society. ദൈവസഭയിൽ ചർച്ചിനകത്ത് വെളിയിൽ നടക്കുന്ന ദോഷകരമായ പ്രവൃത്തിയെ അതിജീവിപ്പാൻ അല്ലെങ്കിൽ വെല്ലുവിളിയോടുകൂടി നേരിടുവാൻ ആന്തരികമായി ശക്തരാക്കുന്ന ഒരു എംപവർമെൻ്റാണ് ചർച്ച് എഡ്യൂക്കേഷൻ. ആ ചർച്ച് എഡ്യൂക്കേഷനാണ് സൺഡേ സ്കൂൾ എഡ്യൂക്കേഷൻ. ഇത് വർഷിപ്പ് കൊണ്ടും ഒരു പ്രസംഗം കൊണ്ടും ചില ഇൻസ്ട്രക്ഷൻസ് കൊണ്ടും തീരുന്നില്ല, മറിച്ച് അത് എന്നൊരു കുട്ടി ട്രാൻസ്ഫോർമേഷനിലേക്ക് എത്തിച്ചേരുന്നു അന്ന് മാത്രമാണ് സൺഡേ സ്കൂൾ വിദ്യാഭ്യാസം അവസാനിക്കുന്നത്. സൺഡേ സ്കൂൾ വിദ്യാഭ്യാസം രൂപാന്തരപ്പെട്ടാൽ അമ്മയോടും അപ്പനോടും സഭയോടും പറയും എനിക്ക് സ്നാനപ്പെടണമെന്ന് പറയും. സ്നാനപ്പെട്ടാൽ ഉടനെ പറയും എനിക്ക് അഭിഷേകം പ്രാപിക്കണമെന്ന് പറയും. അപ്പോൾ നിങ്ങൾ സൺഡേ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ബിരുദ ലെവലിലേക്ക് എത്തിയപ്പോൾ ബിരുദാനന്തര ബിരുദത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ചിന്തിക്കണം, ഇത്രയും നാൾ പഠിച്ചതുകൊണ്ട് നിങ്ങൾ മാനസാന്തരത്തിലേക്കും സ്നാനത്തിലേക്കും പ്രവേശിച്ചുവോ? ഇതിൽ സ്നാനപ്പെടാതെ ആരെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ റീതിങ്ക് ടുഡേ, യു ആർ ഗ്രാജുവേറ്റിംഗ് ടുഡേ. നിങ്ങൾ ഇന്ന് സൺഡേ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ബിരുദം നേടുകയാണ്. എന്നാൽ അതിൻ്റെ അപ്രൂവലായിരിക്കുന്നത് ഇത്രയും വർഷത്തെ 12 വർഷത്തെ എഡ്യൂക്കേഷൻ കൊണ്ട് താങ്കൾ സ്നാനപ്പെടുവാൻ പ്രിപ്പയർഡായോ? ഇല്ല എങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. ദൈവത്തിൻ്റെ വേല ലോകത്തിൽ ചെയ്യുവാൻ, ലോകത്തെ തൊടാതെ ദൈവത്തിൻ്റെ ലേബറായി നിലനിൽക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്നതാണ് ദൈവത്തിൻ്റെ ചർച്ച് എഡ്യൂക്കേഷൻ. ഡോക്ടേഴ്സും നേഴ്സും പാരാമെഡിക്കൽ എക്സിക്യൂട്ടീവും ഓഫീസേഴ്സും ട്രഷറേഴ്സും ഒക്കെ ആകുവാൻ സെക്യുലർ എഡ്യൂക്കേഷൻ മോട്ടിവേഷൻ തരുമ്പോൾ ട്രാൻസ്ഫോംഡായി ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ തരുന്ന കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ വാഴ്ത്തണം. ഹല്ലേലൂയ. മുൻകാലങ്ങളിൽ റാങ്ക് ഹോൾഡേഴ്സ്, സയൻറ്റിഫിക് ലെവലിൽ നിൽക്കുന്ന ഒത്തിരി പേര് അത് കളഞ്ഞിട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി വന്നവരുണ്ട്. ഈ സൂസന്ന വെസ്ലി അറിയാം. ജോൺ വെസ്ലിയുടെ അമ്മ. 19 മക്കളായിരുന്നു. 9 മക്കളും സൂസന്ന വെസ്ലിയുടെ മരിച്ചുപോയി. ബാക്കി 10 മക്കളാണ്. 13ാമത്തെ വയസ്സിൽ സൂസന്ന വെസ്ലിയുടെ വീട് ഒരു സെമിനാരി പോലെയായി. സൂസന്ന വെസ്ലിയാണ് തൻ്റെ വീട്ടിൽ വെച്ച് സൺഡേ സ്കൂൾ പഠിപ്പിച്ചത്. 19ാമത്തെ വയസ്സിൽ സൂസന്ന വെസ്ലി ഒരു പാസ്റ്ററെ വിവാഹം കഴിച്ചു. ആ പാസ്റ്ററെ വിവാഹം കഴിച്ചതിന് ശേഷം തൻ്റെ മക്കൾക്ക് വീട്ടിൽ നിന്ന് ലഭിച്ച ഈ എഡ്യൂക്കേഷൻ, ഈ വായനയും പഠനവും, ഈ അമ്മയുടെ അസാമാന്യമായ വൈദിക അല്ലെങ്കിൽ വേദപുസ്തക ജ്ഞാനം ഒരു ജോൺ വെസ്ലിയെ ക്രിയേറ്റ് ചെയ്യുവാൻ തങ്ങളുടെ വീട് തന്നെ ഉപകരണമായി എടുത്തെങ്കിൽ നാം മറന്നു പോകരുത്, ഈ സൂസന്ന വെസ്ലി 21 വീട്ടിലെ 25ാമത്തെ മകളാണ്. 25 മക്കളുടെ 25ാമത്തെ മകളാണ്. ബേസിക് ഫുഡ് പോലും ഇല്ല ആ സമയത്ത്. 1800 കാര്യമാണ്. തനിക്ക് 19 മക്കൾ, 9 മക്കൾ മരിച്ചുപോയി, 10 പേര്. ആ 10 പേർക്ക് ആവശ്യമായ സ്പിരിച്വൽ പേഴ്സണാലിറ്റിയെ ട്രെയിൻ ചെയ്തെടുക്കുവാൻ സഭയെ എല്ലാവരും ആശ്രയിച്ചത് ഭവനത്തെയാണ്. സഭയും ഭവനവും, സഭയും മാതാപിതാക്കളും
ഒരുപോലെ ഹോൾഡ് ചെയ്ത് ഹാൻഡ് ഇൻ ഹാൻഡായി മുൻപോട്ട് പ്രവർത്തിച്ചാൽ നമ്മൾക്ക് അനേക പണ്ഡിതന്മാരെ, ദൈവവചനത്തിൽ പണ്ഡിതന്മാരെ, ആത്മാ നിറവുള്ള പണ്ഡിതന്മാരെ, വിശ്വാസത്തിൽ ശക്തരായ ഒരു തലമുറയെ വാർത്തെടുത്ത് ദൈവസഭയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് God created everything good. God is making spiritual patience in this universe and globe. നിങ്ങളും ഞാനും ഇന്ന് ദൈവമക്കളാകുവാനാണ്, ആ രൂപാന്തരം വരുത്തുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. Shall we say together once hallelujah? Hallelujah. 70% ആളുകൾക്ക് ഇംഗ്ലീഷ് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. 10-30% ആളുകൾക്ക് ഉള്ളത്. 4 പ്രധാന മെറിറ്റ്സ്, സൺഡേ സ്കൂളിൻ്റെ 4 പ്രധാന മെറിറ്റ്സ്. ഒന്ന്, മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ്മെൻറ്റ് സൺഡേ സ്കൂളിലൂടെ ഉണ്ടാകും. ഞാനിത് ന്യൂയോർക്കിൽ ചെന്നപ്പോൾ ഒരാൾ MDHന് തിസിസ് എഴുതുന്നു. അപ്പം മെൻ്റൽ ഹെൽത്ത് ഇൻഫോംഡ് സൺഡേ സ്കൂൾ എന്നാണ് ടോപ്പിക്ക്. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇന്ത്യയിലാണെങ്കിൽ ഞങ്ങൾ ഈ തിസിസ് അപ്രൂവ് ചെയ്തില്ല എന്ന് പറഞ്ഞു, സെക്കുലർ യൂണിവേഴ്സിറ്റിയിൽ. ഞാൻ പറഞ്ഞു ഇവിടെ കുഴപ്പമില്ല, ഇവിടെ അപ്രൂവ് ചെയ്യും, ചർച്ചിൻ്റെ എല്ലാ റിസർച്ചും അപ്രൂവ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാനും അദ്ദേഹവുമായിട്ട് ഒത്തിരി നേരം സംസാരിച്ച് മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ്മെൻ്റ് എങ്ങനെ സൺഡേ സ്കൂൾ കുട്ടികൾക്കുണ്ടാകും. ആ ബ്രദർ ജോൺസി എന്നാണ്, ഷമുൽ തോമസ് എന്നാണ് പേര്, കുമ്പനാടിനടുത്താണ് സ്ഥലം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ താമസിച്ചു. ഒത്തിരി ഈ വിഷയത്തിൽ അദ്ദേഹം സൺഡേ സ്കൂളിലെ ലോങ് ഇയേഴ്സ് ടീച്ചറാണ്. അതിൽ നിന്ന് മാനസികാരോഗ്യം സൺഡേ സ്കൂളിലൂടെ കുട്ടികൾക്ക് എങ്ങനെ കിട്ടുമെന്ന് ഞങ്ങളുടെ സംഭാഷണത്തിലുണ്ടായി. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ കുട്ടികൾക്കെല്ലാം സെൽഫ് എസ്റ്റീം, ആത്മാഭിമാന ബോധം കുറവുള്ളവരുണ്ട്. 2, സമ്മർദ്ദം, സ്ട്രെസ് കൂടുതലുള്ള കുട്ടികളുണ്ട്. ആങ്സൈറ്റി, ഉത്കണ്ഠയുള്ള കുട്ടികളുണ്ട്. പിന്നെ അഭിമാന ബോധമില്ല, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള കുട്ടികളുണ്ട്. അപ്പം സമ്മർദ്ദം, സ്ട്രെസ് ഉള്ളവരെ, ഉത്കണ്ഠയുള്ളവരെ, ഭയമുള്ളവരെ, അപ്പനെയും അമ്മയും പേടിയുള്ളവരെ, സമൂഹത്തെ പേടിയുള്ളവരെ, ഈ മൈൻഡ് സെറ്റോടുകൂടി ഇവർ സൺഡേ സ്കൂളിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, സൺഡേ സ്കൂൾ കുട്ടിക്ക് എങ്ങനെയാണ് സ്ട്രെസ് വരുന്നത്? 13 വയസ്സുള്ള കുഞ്ഞിന് എങ്ങനെയാണ് സ്ട്രെസ് വരുന്നത്? സ്ട്രെസ് വരുന്നതിൻ്റെ കാരണം അറിയാം. ഒന്ന്, സ്ട്രിക്ട്നെസ് അറ്റ് ഹോം, സ്ട്രിക്ട്നെസ് ഫ്രം ദ ടീച്ചേഴ്സ്. അധ്യാപകരിൽ നിന്നോ വീട്ടിൽ നിന്നോ സ്ട്രിക്ട്നെസ് കൂടിയാൽ, സ്ട്രിക്ട്നെസ് ചർച്ചിൽ നിന്ന് കൂടിയാൽ, സ്ട്രിക്ട്നെസ് സൊസൈറ്റിയിൽ നിന്ന് കൂടിയാൽ, ഡെറോഗേറ്ററി കമൻറ്റുകൾ മറ്റുള്ളവർ അവരെക്കുറിച്ച് പറഞ്ഞാൽ, ഒരു പെൺകുട്ടിക്കാണെങ്കിലും ആൺകുട്ടിക്കാണ് എന്തുണ്ടാകും? സ്ട്രെസ് ഉണ്ടാകും, പേടിയുണ്ടാകും, ഭയമുണ്ടാകും. അതുകൊണ്ട് അവർ എന്തു ചെയ്യുമെന്നറിയാമോ? ഈ അനുഭവത്തോടുകൂടി ചർച്ചിൽ സൺഡേ സ്കൂളിൽ വരുമ്പോൾ മെൻ്റൽ ഹെൽത്ത് ഇല്ല. അവരെ കളിയാക്കി, അവർ ഭയപ്പെട്ടു, അവരുടെ ഫ്രണ്ട്സ് അവരെ റിജക്റ്റ് ചെയ്തു, സ്കൂളിൽ ഒറ്റയ്ക്കായി, ലോൺലിനെസ് ഉണ്ടായി. ഇങ്ങനെ പല വിധത്തിൽ പ്രോബ്ലംസുമായിട്ട് ഞായറാഴ്ച സൺഡേ സ്കൂളിൽ നിങ്ങളുടെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഈ കുട്ടികൾക്ക് എന്തില്ല? മെൻ്റൽ ഹെൽത്ത് ഇല്ല. ഈ മെൻ്റൽ ഹെൽത്ത് ഇല്ലാത്തപ്പോൾ സൺഡേ സ്കൂൾ ടീച്ചറും ക്ലാസ്സിലൂടെ ദാവീദിൻ്റെയും ജോസഫിൻ്റെയും റോൾ മോഡലൊക്കെ പറഞ്ഞ് 139 സങ്കീർത്തനം 14 വാക്യം, എൻ്റെ ഉള്ളം നല്ലവണ്ണം നിന്നെ അറിയുന്നു, അതിശയവും അത്ഭുതകരവുമായി ഞങ്ങളെ നീ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പഠിപ്പിക്കുമ്പോൾ ഈ ഉത്കണ്ഠയുള്ള കുഞ്ഞിനെ എൻ്റെ ഉള്ളം നന്നായി ദൈവം അറിയുന്നു എന്നും അത്ഭുതവും അതിശയകരവുമായി ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കുന്നുവെന്നും അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ഞാൻ നാളുകളിൽ ശക്തനും വലിയവനുമായി എൻ്റെ ഉള്ളം നല്ല ഷേപ്പിൽ ഫോമായി ഞാൻ വളരുമെന്നുള്ള മോഡൽ തിരുവചനത്തിൽ നിന്ന് കേൾക്കുമ്പോൾ അവർക്ക് എന്ത് ലഭിക്കും? മെൻ്റൽ ഹെൽത്ത് ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാകും. സൺഡേ സ്കൂൾ ടീച്ചർ അവരെ സ്വീകരിക്കുകയും ബഹുമാനിക്കുകയും അവരുടെ കുരുത്തക്കേടുകളെ അഭിനന്ദിക്കുകയും സ്നേഹത്തോടെ കറക്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ അവർക്ക് എന്തുണ്ടാകും? മെൻ്റൽ ഹെൽത്ത് ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാകും. അപ്പോൾ ടീച്ചേഴ്സാണ് മെൻറ്റേഴ്സ്, ടീച്ചേഴ്സാണ് അവർക്ക് സപ്പോർട്ടീവ് എൻവയോൺമെൻറ്റ് കൊടുക്കുന്നത്, ചർച്ച് ആൻഡ് ടീച്ചേഴ്സ്. അതുകൊണ്ട് കുട്ടികൾ നമുക്ക് ഭാരങ്ങളല്ല, കുട്ടികളെ അതൃപ്തിയോടെ കാണരുത്, അവരുടെ ദുഃഖങ്ങളെല്ലാം മാറിപ്പോകുവാൻ മെൻ്റൽ ഹെൽത്ത് ഇംപ്രൂവ്മെൻറ്റ് സൺഡേ സ്കൂളിലൂടെ നൽകും. സമയം 11:15 ആയതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കാൻ താല്പര്യപ്പെടുകയാണ്. മെൻ്റൽ ഹെൽത്ത് ഇംപ്രൂവ്മെൻറ്റ് സൺഡേ സ്കൂളിലുണ്ടാവും. രണ്ടാമത് മോറൽ ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാകും. എന്താണ് അതിൻ്റെ അർത്ഥം? തമ്മിൽ തിരിച്ചറിയുവാനും
ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുവാനും ഇൻസ്ട്രക്ഷൻസ് സ്വീകരിച്ച് സ്വഭാവ രൂപീകരണം ഉണ്ടാകുവാനും ടെംപ്റ്റേഷൻസ് എല്ലാവർക്കും ഉള്ളതാണെന്നും ടെസ്റ്റ് എല്ലാവർക്കും ഉള്ളതാണെന്നും നിശ്ചയദാർഢ്യം കൊണ്ട് അതിനെ അതിജീവിക്കാൻ കഴിയുമെന്നും സൺഡേ സ്കൂളിലൂടെ അതിജീവിക്കുമ്പോൾ അവർക്ക് എന്ത് ലഭിക്കും? മോറൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാകും. മൂന്നാമത് സൺഡേ സ്കൂളിലൂടെ ലഭിക്കുന്നത് എന്താണെന്നറിയാമോ? നോളജ് ഇംപ്രൂവ്മെന്റ് ത്രൂ സൺഡേ സ്കൂള്. സൺഡേ സ്കൂളിൽ നല്ല വൈറ്റൽ പ്രോഗ്രാംസ് ആണെങ്കിൽ നോട്ട് ഓൺലി ഫോർ ഡീപ്പനിങ് ബൈബിൾ നോളജ് ബട്ട് ഓൾസോ ഇംപ്രൂവ്സ് ക്രിട്ടിക്കൽ തിങ്കിങ്, തിയോളജിക്കൽ കോൺഫിഡൻസ്. ബൈബിൾ സ്റ്റോറീസ് റെപ്പറ്റേഷനായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല സൺഡേ സ്കൂള്. ആ സ്റ്റോറിയിൽ അടങ്ങിയിരിക്കുന്ന ചിന്താവിഷയവും ആ സ്റ്റോറിയിൽ അടങ്ങിയിരിക്കുന്ന മാത്സും സയൻസും ജോഗ്രഫിയും ബൈഫർക്കേറ്റ് ചെയ്ത് സെപ്പറേറ്റ് തിരിച്ചറിഞ്ഞ് പഠിക്കുമ്പോൾ അവർക്ക് എന്ത് ലഭിക്കും? അവരുടെ സെക്കുലർ നോളജ് ബൈബിൾ നോളജിന്റെ അടിസ്ഥാനത്തിൽ വർദ്ധിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇതിന്റെ ബെസ്റ്റ് ഉദാഹരണങ്ങളാണ് ക്രിട്ടിക്കൽ മൊമെന്റ്സിൽ ഡിസിഷൻ എടുത്ത വ്യക്തിയാണ് എസ്തേർ. വളരെ ക്രിട്ടിക്കൽ മൊമെന്റിൽ എസ്തേർ ജീവൻ പോയാലും റൈറ്റ് ഡിസിഷൻ എടുക്കാം. ഇന്നും കുട്ടികൾക്ക് റൈറ്റ് ഡിസിഷൻ എടുക്കുവാൻ 13, 18, 19 വയസ്സിൽ കഴിഞ്ഞാൽ 17-ാമത്തെ വയസ്സ് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ മെഡിസിന് പോകണോ, ആർട്സിന് പോകണോ, സയൻസിന് പോകണോ, മാത്സിന് പോകണോ, ടെക്നോളജിക്ക് പോകണോ എന്ന് പറഞ്ഞ് ആരുടെയും പുറകെ നടക്കണ്ട. റൈറ്റ് ഡിസിഷൻ എടുക്കാൻ അവർക്ക് കഴിയും. അതുകൊണ്ട് നോളജ് ഇംപ്രൂവ്മെന്റിലൂടെ എന്ത് ബെനിഫിറ്റ് ഉണ്ടാകും? റൈറ്റ് ഡിസിഷൻസ് ഉണ്ടാകും. അതുകൊണ്ട് റൈറ്റ് ഡിസിഷൻ എടുക്കുന്നവർക്ക് മെമ്മറി ഇംപ്രൂവ്മെന്റ് ഉണ്ടാകും. മെമ്മറി ഇംപ്രൂവ്മെന്റ് ഉണ്ടാകുവാൻ സ്ട്രക്ചർ ചെയ്ത പഠന ക്ലാസ്സുകൾ നന്നായിരിക്കും. ഇനി നാലാമത്തതാണ് ഡിസിപ്ലിൻ അവയർനെസ് ഇൻ സൺഡേ സ്കൂൾ. അച്ചടക്ക ബോധം വർദ്ധിക്കും സൺഡേ സ്കൂളിൽ വരുന്ന കുട്ടികൾക്ക്. സൺഡേ സ്കൂളിൽ വരുന്ന അധ്യാപകരും അച്ചടക്ക ബോധം വർദ്ധിക്കും. എങ്ങനെയാണ് അത് വർദ്ധിക്കുന്നത്? ഒരു കുട്ടി കൺസിസ്റ്റന്റായി റെഗുലറായി എല്ലാ ക്ലാസ്സുകളിലും ഒന്ന് അറ്റൻഡ് ചെയ്യുകയും പങ്ക്ച്വാലിറ്റിയും കൃത്യനിഷ്ഠതയും സൺഡേ സ്കൂളിൽ പഠിച്ചെടുക്കുകയും സ്ഥിരമായി എല്ലാ എക്സർസൈസിലും പങ്കെടുക്കുകയും മറ്റുള്ളവരെ ബഹുമാനിക്കാൻ, പാസ്റ്ററെ പാസ്റ്റർ എന്ന് വിളിക്കാൻ, സിസ്റ്ററെ സിസ്റ്റർ എന്ന് വിളിക്കാൻ, റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ, പെർമനൻ്റായി അറ്റൻറ്റീവായി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ അച്ചടക്ക ബോധം പഠിക്കും. ഇങ്ങനെ ആണ് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ബാലനെ നടക്കേണ്ടുന്ന വഴി അവനെ പഠിപ്പിക്കുക. പ്രായമാകുമ്പോൾ അയാൾ അതിൽ നിന്നും വ്യതിചലിക്കുകയില്ല. സദൃശവാക്യം 22-ന്റെ ആള് മറ്റൊരു മലയാളം പരിഭാഷ. ബാലനെ നടക്കേണ്ടുന്ന വഴി പഠിപ്പിക്കുക, പ്രായമാകുമ്പോൾ അയാൾ അതിൽ നിന്നും വ്യതിചലിക്കുകയില്ല. പ്രോവർബ്സ് 22-16. അതുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കട്ടെ. സൺഡേ സ്കൂള് ചർച്ചിൻ്റെ സെക്കൻഡറി എഡ്യൂക്കേഷൻ അല്ല, സൊസൈറ്റിയുടെ സെക്കൻഡറി എഡ്യൂക്കേഷനായിട്ട് തോന്നാം. ചർച്ചിൻ്റെ പ്രൈമറി എഡ്യൂക്കേഷൻ സ്കീമാണ്. ഈ സ്കീമിൽ പ്രധാനമായും ഇതിന് ആത്മീയ പൈതൃകവും പാരമ്പര്യവും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ആത്മീയ പൈതൃകത്തിലും പാരമ്പര്യത്തിലും നിന്നുകൊണ്ട് ഓരോ വർഷവും 5 വർഷം 8 വർഷം കഴിയുമ്പോൾ കരിക്കുലം സിലബസ് ഇവയെ റീഡിഫൈൻ ചെയ്ത് ഉചിതമായ അധ്യാപകരുടെ സേവനം കൊണ്ടും സെൻട്രലൈസ്ഡ് മോണിറ്ററിംഗ് കൊണ്ടും ശക്തമായ വിശാലമായ ഒരു സൺഡേ സ്കൂൾ വ്യവസ്ഥയിലൂടെ 17-18 വയസ്സാകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്വയം ഡിസിഷൻ എടുത്ത് ദൈവത്തിൻ്റെ വേലയ്ക്കെങ്കിൽ ദൈവത്തിൻ്റെ വേലയ്ക്ക് സ്നാനപ്പെട്ട അഭിഷേകം പ്രാപിച്ചു പോകാൻ, അങ്ങനെ അല്ലവർ ഏത് സെക്കുലർ ജോബ് തിരഞ്ഞെടുക്കണം അതിന് സ്വയം തീരുമാനിക്കാൻ ശേഷി വരുത്തുന്ന ഒരു അച്ചടക്ക അടിസ്ഥാനമിട്ട് നോളജ് ഇംപ്രൂവ്മെൻറ്റിലൂടെ ധാർമ്മികമായി ശക്തിപ്പെടുത്തിയെടുക്കുന്ന ഒരു സമ്പ്രദായമാണ് സൺഡേ സ്കൂൾ. ഈ സൺഡേ സ്കൂളിൽ നിന്ന് കഴിഞ്ഞ 12 വർഷം പഠിച്ച് ബിരുദം സ്വീകരിക്കുന്ന നിങ്ങൾക്ക് എല്ലാ അഭിനന്ദനങ്ങളും ആശംസിച്ചുകൊണ്ട്, ഇത് ചെറിയ കാര്യമല്ല, ഇതൊരു വലിയ കാര്യമാണ്. നിങ്ങളുടെ ശാസ്ത്രീയ ഗവേഷണങ്ങളും വീക്ഷണങ്ങളും വേദപുസ്തക പരിജ്ഞാനവും അറിവുകൊണ്ട് മാത്രമല്ല ശേഷി കൊണ്ടും ഉന്മേഷം കൊണ്ടും നല്ല ശക്തന്മാരായി ഉത്സാഹമുള്ളവരായി ദൈവസഭയെ വരും കാലങ്ങളിൽ സെൻട്രൽ പാസ്റ്റേഴ്സ്, സീനിയർ പാസ്റ്റേഴ്സ്, പ്രസിഡൻസ്, വലിയ വലിയ സംഘടനകളുടെ നേതാവ്, ബൈബിൾ സൊസൈറ്റി ട്രാൻസ്ലേഷൻസിൻ്റെയൊക്കെ ഹെഡ്, ഇങ്ങനെ ഉന്നതമായ നിലകളിലെത്തുവാൻ വഴിയൊരുക്കുന്ന ചെറിയൊരു വഴിവെട്ടൽ മാത്രമാണ്. ഈ വഴിവെട്ടലിലൂടെ തെറ്റിപ്പോകാതെ യാത്ര ചെയ്യാം എന്ന് നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.